നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം FA കപ്പിൽ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ആവേശകരമായ ഒരു വിജയം നേടാൻ വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിഞ്ഞിരുന്നു. സ്വന്തം മൈതാനമായ ഓൾഡ് ട്രഫോർഡിൽ വെച്ച് ബദ്ധവൈരികളായ ലിവർപൂളിനെ 3-4 ഗോളുകൾക്കായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെടുത്തിയിരുന്നത്. മത്സരത്തിന്റെ അവസാനത്തിൽ അമദ് ഡിയാലോ നേടിയ ഗോളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഈ ഒരു ആവേശഭരിതമായ വിജയം സമ്മാനിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിന് പിന്നാലെ അദ്ദേഹം റെഡ് കാർഡ് കണ്ടുകൊണ്ട് പുറത്താവുകയും ചെയ്തിരുന്നു. അതായത് ഗോൾ നേടിയതിന് പിന്നാലെ ജേഴ്സി ഊരിക്കൊണ്ടുള്ള ഒരു സെലിബ്രേഷൻ ആയിരുന്നു ഡിയാലോ നടത്തിയിരുന്നത്. അതിന് അദ്ദേഹത്തിന് ഒരു യെല്ലോ കാർഡ് ലഭിക്കുകയായിരുന്നു. അതിന് തൊട്ട് മുന്നേ മറ്റൊരു യെല്ലോ കാർഡ് ലഭിച്ചതിനാൽ ഇത് പിന്നീട് റെഡ് കാർഡായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതോടുകൂടിയാണ് ഡിയാലോക്ക് കളിക്കളം വിടേണ്ടി വന്നത്. എന്നാൽ ഇതിനെതിരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പോർച്ചുഗീസ് സൂപ്പർ താരമായ ബ്രൂണോ ഫെർണാണ്ടസ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ നിയമം മാറ്റണം എന്നാണ് ഇപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇത്തരം നിമിഷങ്ങൾ ആസ്വദിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫുട്ബോളിലെ മാറേണ്ട നിയമങ്ങളിൽ ഒന്ന് ഈ നിയമമാണ്. ജേഴ്സി സെലിബ്രേഷന് യെല്ലോ കാർഡ് നൽകുന്നത് ഒഴിവാക്കണം. കാരണം നമ്മുടെ ഗോൾ ആഘോഷിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അത് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. തീർച്ചയായും മറ്റുള്ള ക്ലബ്ബുകളെ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ നിമിഷങ്ങൾ ആസ്വദിക്കാനും നമുക്ക് കഴിയണം. ഇതാണ് ബ്രൂണോ ഫെർണാണ്ടസ് ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഫുട്ബോൾ ലോകത്തെ വളരെ പ്രശസ്തമായ ഒരു സെലിബ്രേഷൻ തന്നെയാണ് ഈ ജേഴ്സി സെലിബ്രേഷൻ. സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഒക്കെ ഈ ഒരു സെലിബ്രേഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. യെല്ലോ കാർഡ് ലഭിക്കും എന്നതിനാൽ ഈ ഒരു സെലിബ്രേഷന്റെ തോത് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഈ സെലിബ്രേഷൻ നടത്തുന്ന ഒരുപാട് താരങ്ങൾ ഇപ്പോഴും ഫുട്ബോൾ ലോകത്ത് സജീവമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.